കൃപാസനം മാതാവിൻ്റെ സാക്ഷ്യപ്പെരുമഴയിലേക്ക് സ്വാഗതം. ഉടമ്പടിയിൽ 6 അല്ല 60 കാര്യം നടക്കും. ഏറ്റവും പുതിയ അനുഭവ സാക്ഷ്യം എന്ന ഹെഡിങ്ങോടുകൂടി ഡിസംബർ മാസത്തെ കൃപാസന പത്രത്തിലെ ചില സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത്. ജീസ ആൻഡോ ഇരിങ്ങാലക്കുട തൃശ്ശൂരിൻ്റേതാണ് ഈ സാക്ഷ്യം. ന്യൂസിലൻഡിൽ ആയിരുന്ന എൻ്റെ മകന് PR കിട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ട് തടസ്സങ്ങളായിരുന്നു. ഒരു ഹോട്ടലിൽ 10 ലക്ഷം രൂപ കൊടുത്താൽ അവർ സപ്പോർട്ട് ചെയ്ത് PR കിട്ടാൻ സഹായിക്കുമെന്നും അവിടെ മാനേജർ ആയി ജോലി കിട്ടുമെന്നും പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ 10 ലക്ഷം രൂപ ഉണ്ടാക്കി വെച്ച ശേഷം കൃപാസനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് രൂപ കൊടുക്കരുത്, കൊടുത്താൽ അത് പോകും, നിനക്ക് വേണ്ടത് മകൻ്റെ PR അല്ലേ, അത് മാതാവ് തരും എന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വാസത്തോടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മകനോട് പറഞ്ഞപ്പോൾ അതിന് വർഷങ്ങൾ എടുക്കും എന്ന് പറഞ്ഞു. എന്നാൽ അത്ഭുതകരമായി PR കിട്ടാൻ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും PR കൊടുക്കും എന്ന ഒരു നിയമം സൈറ്റിൽ വരികയും മകന് PR കിട്ടുകയും ചെയ്തു. മറ്റൊരു സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഹൃദയം കൊണ്ട് ചിന്തിക്കണം. ഒരു എഞ്ചിനീയറുടെ സാക്ഷ്യം. അരുൺ, കൂമ്പനാട്, പത്തനംതിട്ടയുടേതാണ് ഈ സാക്ഷ്യം. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിയില്ലാതെ ആകെ വിഷമിച്ച ഘട്ടത്തിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി ലഭിച്ചു. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള R&D എന്ന ഏരിയയിൽ എനിക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയോട് അപേക്ഷിച്ചു. പക്ഷേ വളരെ കോൺഫിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് അങ്ങോട്ട് കടക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഞാൻ ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി പാലിച്ചതിൻ്റെ ഫലമായി ആഗ്രഹിച്ച സ്ഥലത്ത് ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി തന്നെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു എന്ന ഒരു അക്രസ്തവനായ മകൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. മാതാവ് ജാതിയോ മതമോ നോക്കിയല്ല ഒരു മകൻ്റെ മേലുള്ള അമ്മയുടെ സ്നേഹവാത്സല്യം അത് മതത്തിനും ജാതിക്കും അപ്പുറത്താണ്. അവിടെ സ്നേഹം എന്ന ജാതി മാത്രമേ അമ്മ നോക്കുന്നുള്ളൂ എന്നുള്ളതിനുള്ള വ്യക്തമായ ഒരു തെളിവാണ് ഈ മകൻ്റെ ജീവിക്കുന്നത് ഈ സാക്ഷ്യം. മറ്റൊരു സാക്ഷ്യം ജിതിൻ പൗലോസ് എറണാകുളത്തിൻ്റേതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: കൃപാസനത്തിൽ വരുന്നവരെ ഞാൻ തടഞ്ഞിരുന്നു, ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞ്. ഒരു നല്ല സാക്ഷ്യം എന്ന ഹെഡിങ്ങിനോട് കൂടിയിട്ടാണ് ഈ സാക്ഷ്യം. എനിക്ക് വിദേശത്ത് പോകുന്നതിനോട് വിസ വന്ന് 2 ദിവസം കഴിഞ്ഞ് പനി വരികയും 5 ദിവസത്തോളം ഉറങ്ങാൻ പറ്റാതെ 3 ഹോസ്പിറ്റലിൽ പോയി 9 പ്രാവശ്യം പനിക്ക് ചെക്ക് ചെയ്തു. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എനിക്ക് പനിയില്ല. വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീണ്ടും പനി കൂടും. കൃപാസനത്തിൽ വരാൻ ആൻറ്റി പറഞ്ഞെങ്കിലും ഞാൻ കാര്യമാക്കിയില്ല. കാരണം കൃപാസനത്തിൽ വരുന്നവരെ ഞാൻ തടയുകയും ഇത് തട്ടിപ്പാണെന്ന് പറയുകയും ചെയ്തിരുന്ന ആളായിരുന്നു. പനി മാറാതായപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ പനി മാറുകയും വിദേശത്ത് പോകുന്നതിനുള്ള ടിക്കറ്റ് വരികയും ചെയ്തു എന്ന അത്യുജ്വലമായ ഒരു സാക്ഷ്യമാണ് ജിതിൻ്റേത്. പല മക്കളും കൃപാസനത്തിന് എതിരെ അവിടെ വരുന്നവരെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ടുള്ള പല മക്കളുടെയും സാക്ഷ്യം ഇതിനു മുമ്പും നമ്മൾ കേട്ടിട്ടുണ്ട്. കൃപാസന മാതാവിൻ്റെ യേശുവിലുള്ള ആ മാധ്യസ്ഥ ശക്തി എന്താണെന്ന് അറിയാതെയാണ് പലരും ഇതിനെതിരെ പ്രതികരിക്കുന്നത്. പല മക്കൾക്കും ഇതേ അനുഭവത്തിലൂടെ കടന്നു പോവുകയും ഒടുവിൽ അവർ മാതാവിൻ്റെ സന്നിധിയിലെത്തുകയും പ്രാർത്ഥിച്ച് അവർക്ക് അവരുടെ നിയോഗങ്ങൾ ഉടമ്പടികൾ സാധിച്ചു കിട്ടുന്ന ഒരു വലിയ അത്ഭുതകരമായ ശക്തി തന്നെയാണ് പരിശുദ്ധ അമ്മയിലൂടെ പ്രവർത്തിക്കുന്നത്. ജോബിൻ ചെങ്ങോങ്, കണ്ണൂരിൻ്റെ സാക്ഷ്യമാണ് അടുത്തത്. ഹെഡിങ് ഇങ്ങനെയാണ്: 26 കൊല്ലമായി ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, ഉടമ്പടി എടുത്തപ്പോൾ നടന്ന അത്ഭുതം എന്ന ഹെഡിങ്ങോടുകൂടി. എൻ്റെ ഭാര്യ UK പോകുന്നതിന് വേണ്ടി OIT എക്സാം എഴുതിയെങ്കിലും പാസ്സായില്ല. എനിക്ക് കൃപാസനത്തിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നില്ല. ഭാര്യയുടെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എക്സാം പാസ്സായെങ്കിലും COS കിട്ടുന്നതിന് തടസ്സമായിരുന്നു. ഞങ്ങൾ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് കൈവിരിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അപ്പോൾ തന്നെ COS വന്നു.
കൂടാതെ 26 കൊല്ലമായിട്ട് ഭാര്യയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ ചെന്നിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2 ദിവസത്തിനുള്ളിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയ സാക്ഷ്യമാണ് ജോബിൻ്റേത്. ഈ മകൻ്റെ സാക്ഷ്യത്തിലും ഈ മകന് കൃപാസന മാതാവിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നില്ല. ഭാര്യയുടെ സുഹൃത്ത് പറഞ്ഞ് കൃപാസനത്തിൽ അറ്റകൈ പ്രയോഗം എന്ന നിലയ്ക്കാണ് വന്നത്. അങ്ങനെയാണ് ഉടമ്പെടുത്ത് ബഹുമാനോടെ ജോസഫിനെ കണ്ട് പ്രാർത്ഥിച്ചതല്ല. മാതാവ് മക്കളുടെ വേദനകളും ദുരിതങ്ങളും ദുരവസ്ഥകളും അറിയുന്ന അമ്മയാണ്. അമ്മ ആ മകൻ്റെ അവിശ്വാസത്തെ വിശ്വാസമാക്കുകയും അവരുടെ നിയോഗ ഉടമ്പടിയുമേൽ സൗഖ്യം നൽകുകയും ചെയ്ത ഒരു വലിയ സാക്ഷ്യം തന്നെയാണ് നമ്മൾ ജോബിൻ്റെ സാക്ഷ്യം ആയിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു സാക്ഷ്യം പ്രഭ പേരാമംഗലം തൃശ്ശൂരിൻ്റേതാണ്. ഹെഡിങ് ഇങ്ങനെയാണ്: മരണം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മാതാവ് പറയും, മരണമേ അല്പം മാറി നിൽക്കൂ, ആ കുട്ടി കുറച്ചുകൂടി ജീവിക്കട്ടെ. ഞാൻ വീടിൻ്റെ മുകളിലെ സ്റ്റെയറിൽ നിന്ന് കാൽ തെറ്റി താഴോട്ട് വീഴുകയും പുറം വേദന മൂലം ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. ഞാൻ പരിശുദ്ധ അമ്മയോട്, അമ്മേ, എനിക്ക് സൗഖ്യം നൽകിയാൽ ഞാൻ നാളെ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് നേർന്നതിൻ്റെ ഫലമായി എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. എക്സ്റേ എടുത്തപ്പോൾ ഒരു പോറൽ പോലും കൂടാതെ പരിശുദ്ധ അമ്മ എന്നെ കാത്തു. മരണം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മാതാവ് പറയും, മരണമേ അല്പം മാറി നിൽക്കൂ, ആ കുട്ടി കുറച്ചുകൂടി ജീവിക്കട്ടെ. അത്രയും സന്തോഷത്തോടെയാണ് ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞത്. മാതാവിൻ്റെ വലിയൊരു സാക്ഷ്യം തന്നെയാണ്. ടെറസിൻ്റെ മുകളിൽ നിന്നും കാൽ വഴുതി താഴോട്ട് വീണിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ അമ്മകളെ കാത്തു രക്ഷിച്ച ആ ഒരു സാക്ഷ്യം ഒരു അത്യുജ്വല സാക്ഷ്യം തന്നെയാണ്. അനൂപ് തോമസ് ചമ്പക്കുളം ആലപ്പുഴയുടേതാണ് സാക്ഷ്യം. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: മാതാവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് ഉടമ്പടി എടുക്കേണ്ട കാര്യമുണ്ടോ? മാതാവ് നമ്മുടെ വീട്ടിലുണ്ട്, പള്ളിയിലുമുണ്ട്, പിന്നെ എന്തിനാണ് എന്നാണ് ചോദിച്ചത്. ഉടമ്പെടുത്തപ്പോൾ പെട്ടെന്ന് സംഭവിച്ചത് എന്ന ഹെഡിങ്ങോട് കൂട്ടിയുള്ള ഈ സാക്ഷ്യം. സൗദിയിൽ ജോലി ചെയ്തിരുന്ന എനിക്ക് കോവിഡ് കാലത്ത് ജോലി നഷ്ടമാവുകയും 2 വർഷം ജോലിയില്ലാതെ ആകെ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തു. വീട്ടുകാർ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മാതാവ് വീട്ടിലുമുണ്ട്, പള്ളിയിലുമുണ്ട്, പിന്നെ ഉടമ്പടി എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. പിന്നെ ജോലിയില്ലാത്തത് മൂലം ആകെ ബുദ്ധിമുട്ടായപ്പോൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ശേഷം 20 വർഷം മുമ്പ് പരിചയപ്പെട്ട ഒരു കൂട്ടുകാരും വിളിച്ചിട്ട്, നീ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയും അവൻ്റെ കമ്പനിയിലെ എഞ്ചിനീയർ ചെന്നൈയിൽ ഒരു ഇൻ്റർവ്യൂവിന് വരുന്നുണ്ടെന്നും അവിടെ പോകാനും പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവുകയും ആഗ്രഹിച്ച ജോലി തന്നെ ലഭിക്കുകയും ചെയ്ത ഒരു സാക്ഷ്യമാണ് അനൂപ് തോമസിന് പറയാനുള്ളത്. മറ്റുള്ള സാക്ഷ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടെയും ഈ മകനെ മാതാവിൽ കാര്യമായി വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ എല്ലാ മക്കളും പറയുന്ന പോലെ അതൊരു തർക്കുത്തരമായി നമുക്ക് തോന്നാം. എന്തിനാണ് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുന്നത്? മാതാവ് എല്ലായിടത്തുമില്ലേ, നമ്മുടെ പള്ളിയിലുമില്ലേ, വീട്ടിലുമില്ലേ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം പല മക്കൾക്കും മനസ്സിൽ തോന്നുന്ന ഒരു തോന്നൽ തന്നെയാണ്. പക്ഷേ ആ മകൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ ഗത്യന്തരമില്ലാതെ പിന്നെ അവസാന ശ്രമം എന്ന നിലയ്ക്കാണ് കൃപാസനത്തിലേക്ക് മറ്റുള്ളവരുടെ പ്രേരണ മൂലം കടന്നു വരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം മാതാവ് ആ മകൻ്റെ അവിശ്വാസത്തെ വിശ്വാസമാക്കി മാറ്റുന്ന വലിയൊരു സാക്ഷ്യം തന്നെയാണ് അനൂപ് തോമസിൻ്റേതും.